നമസ്കാരം. ഇന്ത്യൻ ജയിലിൽ തടവിൽ കഴിയുന്ന ജഗ്ദാർ സിംഗ് ജോഹലിന്റെ സഹോദരൻ തന്നെ ബ്രിട്ടീഷ് വിമാനത്താവളങ്ങളിൽ വെച്ച് ബോർഡർ പോലീസ് തടയുന്നത് എന്തിനെന്ന് ചോദിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ആഭ്യന്തര വകുപ്പിന് കത്തെഴുതി. ഡംബാർട്ടണിൽ നിന്നുള്ള ലേബർ കൗൺസിലർ കൂടിയായ ഗുർപ്രീത് സിംഗ് ജോഹൽ ചോദിക്കുന്നത് തന്റെ സഹോദരൻ 8 വർഷം മുമ്പ് അറസ്റ്റ് ചെയ്യപ്പെടുന്നതിൽ ബ്രിട്ടീഷ് രഹസ്യാന്വേഷണത്തിന്റെ പങ്ക് അറിയുന്നതിനായി നടത്തുന്ന നിയമ പോരാട്ടങ്ങൾ കാരണമാണോ ഇതെന്നാണ്. ഒരു കാരണവും പറയാതെയാണ് തന്നെ തുടർച്ചയായി വിമാനത്താവളങ്ങളിൽ തടയുന്നതെന്ന് അദ്ദേഹം പറയുന്നു. തന്നെ ഭീഷണിപ്പെടുത്തുന്നതിനുള്ള ശ്രമമാണ് ഇതെങ്കിൽ ഇതുകൊണ്ടൊന്നും താൻ പുറകോട്ട് പോകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ വിഭാഗം നൽകിയ വിവരങ്ങളെ തുടർന്നാണോ 2017 ജഗ്ദാർ അറസ്റ്റിലായത് എന്നറിയണം എന്നാവശ്യപ്പെടുന്ന പരാതി ഏതാനും ആഴ്ചകൾക്കുള്ളിൽ വിചാരണയ്ക്കെത്തും. അടച്ചിട്ട കോടതി മുറിയിലായിരിക്കും ഇതിന്റെ വിചാരണ ഏറെയും നടക്കുക. ഒരു ഇന്ത്യൻ കോടതിയും ജഗ്ദാർ ഏതെങ്കിലും കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടില്ല. സ്റ്റാർമറെ കൊല്ലാൻ മുദ്രാവാക്യം വിളിച്ചയാളെ തപ്പി പോലീസ്. ശനിയാഴ്ച ലണ്ടനിൽ നടന്ന യുണൈറ്റഡ് ദി കിങ്ഡം റാലിയിൽ പങ്കെടുത്ത ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറെ കൊല്ലണമെന്ന മുദ്രാവാക്യം വിളിച്ച ആൾക്കായി പോലീസ് തെരച്ചിൽ തുടരുകയാണ്. റാലിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകൾ ഈ ആഴ്ച ഉണ്ടായേക്കാം എന്നാണ് കരുതപ്പെടുന്നത്. ഏകദേശം 1.5 ലക്ഷത്തോളം പേർ റാലിയിൽ പങ്കെടുത്തു എന്നാണ് സ്കോട്ട്ലാൻഡ് യാർഡ് കണക്കാക്കുന്നത്. റാലിയിൽ നടന്ന അക്രമ സംഭവങ്ങളിൽ 26 പോലീസുകാർക്ക് പരിക്കേറ്റു. 24 പേരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അക്രമ സംഭവങ്ങളിൽ പങ്കെടുത്തവരെ കണ്ടെത്താനുള്ള അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചു. ഇത് കൂടുതൽ അറസ്റ്റുകളിലേക്ക് നയിച്ചേക്കാം. അറസ്റ്റിലായവരിൽ 3 പേർ സ്ത്രീകളാണ്. അതിനിടയിലാണ് ഒരാൾ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് കീർ സ്റ്റാർമർ വധിക്കപ്പെടേണ്ട വ്യക്തിയാണെന്ന് പറയുന്നത്. ആരെങ്കിലും അദ്ദേഹത്തെ വെടിവെക്കണമെന്നും അയാൾ ആവശ്യപ്പെട്ടിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ അതിവേഗം പ്രചരിക്കുന്ന ഈ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ട വ്യക്തിക്കായുള്ള അന്വേഷണമാണ് നടക്കുന്നത്. അതേസമയം നിങ്ങൾ ഈ രാജ്യക്കാരി അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടനിൽ ജനിച്ച സിഖ് മതവിശ്വാസിയായ സ്ത്രീയെ ബലാത്സംഗം ചെയ്ത കേസിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രായം 30കളിലുള്ള ഒരാളെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. സെപ്റ്റംബർ 9 പകൽ 8 മണിക്കും 8:30ക്കും ഇടയിലായിരുന്നു സംഭവമുണ്ടായത്. ഇയാൾ കസ്റ്റഡിയിൽ തുടരുകയാണ്. അന്വേഷണം തുടരുകയാണെന്നും ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും പോലീസ് പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പട്ടാപ്പകൽ പടിഞ്ഞാറൻ മിഡ്ലാൻഡ്സിലെ ഡെയിം റോഡ് പരിസരത്ത് വെച്ചാണ് കുറ്റകൃത്യം നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട 2 വെള്ളക്കാർക്കെതിരെ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഒരാൾ പിടിയിലായിരിക്കുന്നതെന്ന് പോലീസ് അറിയിച്ചു.